ഹലോ, നമുക്കിന്ന് സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ടാണ് ചെയ്യേണ്ടത്. സോ അതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നൂല് പിടിക്കണം. ഒരു ക്രോസ് ഇട്ട് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഹുക്ക് എടുത്തിട്ട് ആദ്യത്തേൻ്റെ താഴെ കൂടെയും രണ്ടാമത്തിൻ്റെ മേളിൽ കൂടെയും വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലിപ്പ് നോട്ട് കിട്ടി. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ചെയിനാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ലൂപ്പ് ഹുക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് യാൺ ഓവർ പുൾ ത്രൂ. അപ്പോൾ നമുക്കൊരു ചെയിൻ കിട്ടി. വീണ്ടും യാൺ ഓവർ പുൾ ത്രൂ, അതുപോലെ യാൺ ഓവർ പുൾ ത്രൂ. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മളുടെ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യാം. ആവശ്യമുള്ള അത്രയും ചെയിൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്കിലുള്ള ലൂപ്പ് ഇഗ്നോർ ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം യാൺ ഓവർ പുൾ ത്രൂ, 2 loops on the hook. അത് കഴിഞ്ഞ് വീണ്ടും യാൺ ഓവർ പുൾ ത്രൂ 2 loops. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യോ റെഡിയായി. ഇനി അടുത്ത ചെയിനിലോട്ട് വീണ്ടും ഇൻസേർട്ട്, യാൺ ഓവർ പുൾ ത്രൂ. അപ്പോൾ 2 loops on the hook, വീണ്ടും യാൺ ഓവർ പുൾ ത്രൂ 2. നമ്മുടെ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യോ റെഡിയായി. ഇതുപോലെ അറ്റം എല്ലാ ചെയിൻ സ്റ്റിച്ചിലും ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ചിലും ഇൻസേർട്ട് ചെയ്ത് ചെയ്യണം. അങ്ങനെ എൻ്റെ അറ്റം എത്തുമ്പോഴേക്കും അവസാനത്തെ സ്റ്റിച്ചിലോട്ട് ഞാൻ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യോ പ്ലേസ് ചെയ്യാണ്. അങ്ങനെ ആ സിംഗിൾ ക്രോഷ്യോ ഫിനിഷ് ചെയ്തിട്ട് അറ്റാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയിൻ 1 എന്നിട്ട് ടേൺ യുവർ വർക്ക്. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വീണ്ടും സിംഗിൾ ക്രോഷ്യോസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്വാച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കുട്ടി സ്വാച്ച് ഓഫ് സിംഗിൾ ക്രോഷ്യോ റെഡി.